ഹലോ ചങ്ങായീസ്, നമ്മൾ അന്ന് നമ്മുടെ കട്ട്ള വെച്ചതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ഷോർട്സ് ആയിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളുടെ വീട് സൺസൈഡ് കഴിഞ്ഞ് ഒരു 4 വരി കട്ട കിട്ടുമല്ലോ, അത്ര എത്തി. ഇതാണ് നമ്മുടെ സ്ഥലം. നമ്മളെ റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇതാണ് നമ്മുടെ വീട്. അങ്ങനെ വീടിൻ്റെ പണി ഇതുവരെ എത്തിയിരിക്കുന്നു. നമ്മുടെ സിറ്റ് ഔട്ടാണിത്. സിറ്റ് ഔട്ടിൽ നിന്ന് ഇങ്ങനെ കയറി നേരെ ലിവിങ് ഹാളിലേക്കാണ് കയറുന്നത്. 4 വരി കട്ട കെട്ടിയിട്ടുള്ളൂ. ഇനി വാർപ്പിൻ്റെ പലക അടിക്കൊക്കെ വേണം. ഇത് നമ്മുടെ ലിവിങ് ഹാളാണ്. അങ്ങനെ ലിവിങ് ഹാളിലേക്ക് കടന്നു. ലിവിങ് ഹാള് ഇത് അപ്പുറത്തെ റൂമിൽ ഷോക്കേസ് വെക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ജനലൊക്കെ വെച്ചിട്ടുണ്ട്. ജനലിൽ നമ്മളിനി ഗ്ലാസ് ഇട വേണ്ടു. അതിൻ്റെ ഡോറിൻ്റെ ഇതൊക്കെ ഉണ്ട്. അതിൽ ഗ്ലാസ് ഇടുന്ന പോലത്തെ ഡോറാണ്. ഇരുമ്പിൻ്റെ കട്ടിലയും ജനലുകളൊക്കെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ലിവിങ് ഹാളിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഡൈനിങ് ഹാളിലേക്കും. ഇതൊരു റൂമാണ്. ഈ ഒരു ബെഡ്റൂം കുറച്ച് വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. ഇതിൽ 2 വിൻഡോസ് വെച്ചിട്ടുണ്ട്. 2 ഭാഗത്ത് 3 ഡോറുകളാണ് ഉള്ള വിൻഡോസാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അറ്റാച്ച്ഡ് ഒരു ബാത്റൂമുണ്ട്. ബാത്റൂം ചെറുത് തന്നെയാണ്, എന്നാലും ആ ബെഡ്റൂമിനുള്ള അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അവിടുന്ന് നമ്മൾ ഇങ്ങനെ റൂമിൽ നിന്ന് ഇങ്ങനെ ഡൈനിങ് ഹാളിലേക്കാണ് പോകുന്നത്. ലിവിങ് ഹാളിൽ നിന്ന് നേരെ ഡൈനിങ് ഹാള്, സ്റ്റെയറും ഡൈനിങ് ഹാളിൽ തന്നെയാണ് സ്റ്റെയർ മേലേക്ക് പോകുന്നത്. അവിടുന്ന് സ്റ്റെയറിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് ഇങ്ങനെ ലിവിങ് ഹാള്. നമ്മൾ കയറി വരുന്ന ഭാഗം. അത് കഴിഞ്ഞിട്ട് നേരെ ഉള്ളത് ഡൈനിങ് ഹാള്. അത് കഴിഞ്ഞിട്ട് നേരെ ഇപ്പുറത്ത് ഒരു ടോയ്ലറ്റാണുള്ളത്. ഇത് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കോമൺ ആയിട്ട് എല്ലാവർക്കും പോകാൻ പറ്റുന്ന പോലത്തെ ഒരു ടോയ്ലറ്റാണുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബെഡ്റൂം, ചെറിയ ബെഡ്റൂം ആണുള്ളത് കേട്ടോ. ഇങ്ങനെ പിന്നെ നമ്മളിങ്ങനെ വന്നിട്ട് സ്റ്റെയർ ഡൈനിങ് ഹാളിൽ നിന്ന് നേരെയുള്ള റൂമാണ്, നേരെയുള്ള ഭാഗമാണ്. ഇത് കിച്ചണാണ്. ഇതാണ് നമ്മുടെ കിച്ചൺ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ അവിടുന്ന് ലിവിങ് ഹാളിൻ്റെ ഒക്കെ ഇങ്ങനെ കാണിച്ചിട്ട് നേരെ ഇവിടേക്കുള്ള ഭാഗമാണ് കിച്ചൺ. ഈ കിച്ചണിൽ നമ്മൾ ഇത് സ്റ്റൗവൊക്കെ വെക്കണ, ഗ്യാസ് സ്റ്റൗവൊക്കെ വെക്കണ കിച്ചണാണിത്. അതിൻ്റെ അടുത്ത് നമ്മുടെ ഇതിൻ്റെ ചുമര് ശരിക്കും കുറച്ചിങ്ങോട്ട് നീണ്ടു വരേണ്ടതാണ്. പക്ഷെ നമ്മളത് എന്ത് ചെയ്തു, ഇപ്പുറത്ത് വിറകടുപ്പ് വെക്കണം, അടുപ്പ് ഉണ്ടാക്കാൻ ഉള്ള ഒരു സൗകര്യമാണ് ഉള്ളത്, വർക്ക് ഏരിയ പോലെ. പക്ഷെ അത് ഈ ചുമര് ഇങ്ങോട്ട് എത്തി അതെങ്ങനെ ഇടുങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളതിങ്ങനെ ഇങ്ങനെ ഓപ്പൺ കിച്ചൺ പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു ബാത്റൂം. ഇത് നമ്മുടെ ബാക്ക് സൈഡാണ്. അത് അത്ര സ്ഥലമാണ് നമുക്കുള്ളത്. സെപ്റ്റി ടാങ്കിൻ്റെ അതാ അവിടെ കാണുന്ന അവിടെയാണ് നമ്മുടെ തറവാടുള്ളത്. ഇപ്പുറത്തെ ഏട്ടൻ്റെ സ്ഥലമാണ്. അങ്ങനെ അൽഹംദുലില്ലാഹ് ഇതുവരെ എത്തി. സൺസൈഡായി കഴിഞ്ഞു. ഇനി നമ്മൾ വാർപ്പ് കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാണാം കേട്ടോ.